രക്ഷാദൗത്യത്തിന് വെല്ലുവിളിയായി വീണ്ടും അവിടെ മഴ തുടങ്ങി. നദിയുടെ വൃഷ്ടി പ്രദേശങ്ങളിൽ കനത്ത മഴ തുടരുകയാണ്. നദിയിൽ വീണ്ടും ജലനിരപ്പ് ഉയർന്നുവെന്ന് അവിടെ ക്യാമ്പ് ചെയ്യുന്ന ശ്രീകാന്ത് ഷിരൂരിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നു. ശ്രീകാന്ത്, ഗുഡ് മോർണിംഗ്. ലേറ്റസ്റ്റ് വിവരങ്ങൾ എന്താണ്? ഇപ്പോൾ പുറത്തു വരുന്ന പ്രധാനപ്പെട്ട വിവരം, ഈ വൃഷ്ടിപ്രദേശങ്ങളിലൊക്കെ തന്നെ ഇപ്പോഴും അതിശക്തമായ മഴ വീണ്ടും ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഈ നദിയിലേക്ക് ഇറങ്ങി പരിശോധന നടത്താനുള്ള ശ്രമങ്ങൾ ഇടയ്ക്ക് ഇവരുടെ നാവികസേനയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നെങ്കിലും ഈ നദിയിൽ വീണ്ടും ഈ ഒഴുക്ക് കൂടിയതിനെ തുടർന്ന് അവർ തിരിച്ച് കയറിയിട്ടുണ്ട്. അതേസമയം ഈ മഴ അത് രാവിലെ മുതൽ ഒരല്പം മാറി നിന്നതാണ്. പക്ഷേ ഇപ്പോൾ വീണ്ടും വൃഷ്ടിപ്രദേശങ്ങളിൽ ഈ ഷിരൂർ കുന്നുകളിൽ ശക്തമായ മഴ വീണ്ടും ആരംഭിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം. അത് ഈ ദൗത്യത്തെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയാണ്. ഇനിയൊരു തെരച്ചിൽ, ഒരു പരിശോധന, ഈ ലോറിക്ക് വേണ്ടി മനുഷ്യ സാന്നിധ്യമുണ്ടോ എന്നൊക്കെ അറിയാനൊരു തെരച്ചിൽ എന്നത് മാത്രമാണ് ഇതിൽ എടുത്തു പറയാനുള്ള ഒരു കാര്യം. രക്ഷാദൗത്യം എന്നിനി ഈ ഒരു നടപടിയെ പറയാൻ സാധിക്കുമോ എന്നറിയില്ല. ഇനി ഒരു ആ വാക്ക് ഉപയോഗിക്കാമോ എന്നറിയില്ല. കാരണം അതിന്റെ സാഹചര്യമൊക്കെ കഴിഞ്ഞു. ഏതാണ്ട് 12 ദിവസമാകുന്നു ഈ ഒരു സമയത്ത്. ഇനി തെരച്ചിൽ പരിശോധന എന്ന് അതിനെ നമുക്ക് ഒഫീഷ്യലി തന്നെ പറയാം. അങ്ങനെയാണ് ഇവിടെ ഉദ്യോഗസ്ഥരും ആ ഒരു കാര്യത്തെ പറയുന്നത്. നിലവിലിപ്പോൾ വൃഷ്ടിപ്രദേശത്തെ മഴ വെല്ലുവിളിയാകുന്നുണ്ട്. കാരണം കൂടുതൽ ജലം നദിയിലേക്ക് കുത്തിയൊഴുകി വരുന്നുണ്ട്. നദിയിലെ അടിയൊഴുക്ക് ഘട്ടം ഘട്ടമായി വർദ്ധിക്കാൻ ഇത് കാരണമാവുകയും ചെയ്യുന്നുണ്ട്. അതിനാൽ ഈ സ്കൂബ ഡൈവിംഗ്, ഈ ഡീപ്പ് ഡൈവിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എത്രത്തോളം സാധ്യമാകും എന്നുള്ളത് കാത്തിരുന്ന് കാണണം. കൂടുതൽ മുങ്ങൽ വിദഗ്ധർ ഇവിടേക്ക് എത്തുന്നുണ്ട്. മത്സ്യത്തൊഴിലാളികളെ കൂടി ഇതിൽ പങ്കെടുപ്പിക്കാൻ തീരുമാനിച്ചിരുന്നു. അവരും ഈ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. മന്ത്രി AK ശശീന്ദ്രൻ ഇന്നിപ്പോൾ രാവിലെ എത്തി. അദ്ദേഹം ഇവിടെ മന്ത്രി മുഹമ്മദ് റിയാസുമായി IBയിൽ കൂടിക്കാഴ്ച നടത്തുകയാണ്. രണ്ടുപേരും കൂടി ചേർന്ന് ഈ ദുരന്ത മേഖല അല്പസമയത്തിനകം സന്ദർശിക്കുകയും ചെയ്യും. ശേഷം തുടർ നടപടികൾ തീരുമാനിക്കും. പക്ഷേ വീണ്ടും പറയാനുള്ളത്, SKN ഈ ദൗത്യ മേഖലയിൽ ഈ മഴ തുടരുന്നത് ഈ തെരച്ചിലിന് ബുദ്ധിമുട്ടുണ്ടാക്കും എന്ന് സംശയമില്ല. ഇതുവരെ പോണ്ടൂൺ എത്തിയിട്ടില്ല. ആ പോണ്ടൂൺ കൂടി ഇവിടേക്ക് എത്തേണ്ടതുണ്ട്. പോണ്ടൂൺ കൊണ്ടുവരണം. അത് ഇനി അസംബിൾ ചെയ്യണം. അത് നദിക്ക് നടുവിലേക്ക് എത്തുമോ എന്ന് നോക്കണം. ഈ ഒഴുക്ക് അതിന് തടസ്സമാകുമോ എന്നൊക്കെ അറിയേണ്ടതുണ്ട്. മൊത്തത്തിൽ നോക്കുമ്പോൾ ഇന്ന് അത്ര നമ്മൾ കരുതുന്നത് പോലെയുള്ള ഒരു പുരോഗതി ഉണ്ടാകും എന്ന് കരുതുക വയ്യ. എങ്കിലും ശ്രമം അവസാനിപ്പിക്കില്ല, ശ്രമം തുടരും. പക്ഷേ മഴ വെല്ലുവിളിയായി തുടരുന്നുണ്ട്. താങ്ക് യു. ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്. നദിയിലെ ജലനിരപ്പ് ഉയരുന്നു ഗംഗാവലിയിൽ. അതുപോലെ അവിടെ കനത്ത മഴ പല സ്ഥലങ്ങളിലും പെയ്യുന്നു എന്ന് വാർത്ത വരുന്നു. അതുകൊണ്ട് തന്നെ വീണ്ടും കാലാവസ്ഥ വെല്ലുവിളിയാകുകയാണ് ദൗത്യത്തിന്.